വർഷം മുഴുവൻ പച്ചക്കറി കൃഷിയിൽ നൂറുമേനി വിളയിക്കുന്ന പച്ചക്കറി തമ്പി നാടിന് തന്നെ മാതൃകയാകുന്നു. കോടഞ്ചേരിയിൽ പച്ചക്കറി തമ്പി എന്ന് വിളിക്കപ്പെടുന്ന കൊടപ്പറമ്പിൽ പൗലോസാണ് വൈവിധ്യമാർന്ന പച്ചക്കറി കൃഷിയിലൂടെ മറ്റ് കർഷകർക്ക് മാതൃകയാകുന്നത്. 46-കാരനായ ഇദ്ദേഹം 22 കൊല്ലം മുമ്പ് വീട്ടുമുറ്റത്തെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് ആരംഭിച്ച പച്ചക്കറി കൃഷി ഇന്ന് തമ്പിയുടെയും കുടുംബത്തിന്റെയും ഏക ജീവിത മാർഗമായി മാറിയിരിക്കുന്നു. സ്വന്തമായുള്ള 50 സെന്റ് ഭൂമിക്ക് പുറമെ വിവിധയിടങ്ങളിലായി 6 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്താണ് തമ്പി പച്ചക്കറി കൃഷി ചെയ്തു വരുന്നത്. വേനൽക്കാലമാണ് പ്രധാനമായും പച്ചക്കറിയുടെ സീസൺ എങ്കിലും മഴക്കാലത്തും ഈ കൃഷിയിൽ നൂറുമേനി വിളയിക്കുകയാണ് അധ്വാനിയായ ഈ യുവ കർഷകൻ. വേനൽക്കാലത്തും മഴക്കാലത്തും ഏതെല്ലാം പച്ചക്കറികൾക്കാണ് വില കൂടുതൽ ലഭിക്കുകയെന്ന് നോക്കിയാണ് തമ്പി കൃഷിയിറക്കുന്നത്. മഴ മാറുന്ന ആ സാഹചര്യത്തിൽ കൃഷി തോട്ടം കാടുവെട്ടി യന്ത്രം ഉപയോഗിച്ച് കാടുവെട്ടി ടില്ലർ ഉപയോഗിച്ച് ഞാൻ ഉഴുതു ഉഴുതതിന് ശേഷം തടമെടുത്ത് അതിനകത്ത് ജൈവവളം നിറച്ച് കുരുപാകി മുളപ്പിച്ച് കൊല കയറ്റി വളർത്തുന്ന ഒരു രീതിയാണ് എൻ്റെ. അത് ഒക്ടോബർ മാസം തുടങ്ങുന്നതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. ഒക്ടോബർ മാസം മഴ മാറുന്ന ആ സമയത്ത് ഈ തമിഴ്നാട് കൃഷി തീരുകയും കേരള കൃഷി തീരുകയും പച്ചക്കറിയുടെ ദൗർബല്യം വരികയും ചെയ്യുന്ന ആ സമയത്തിൽ ഞാൻ ഒക്ടോബറിൽ നട്ട് നവംബർ ഡിസംബർ ആദ്യത്തോടുകൂടി വിളവെടുക്കത്തക്ക രീതിയിലാണ് ഞാൻ എൻ്റെ ആദ്യത്തെ വേനൽക്കാല കൃഷി തുടങ്ങുന്നത്. ആദ്യത്തെ പന്തൽ ഡിസംബർ ആദ്യം എന്ന് പറയുമ്പോൾ അന്ന് ക്രിസ്ത്യാനികളുടെ നൊയമ്പും ക്രിസ്തുമസും ഒക്കെയും കൂടി വരുന്ന ആ വേനലിന്റെ തുടക്കം എല്ലാം കൂടെ വരുമ്പോൾ നല്ല ആദ്യമായി കൃഷി ചെയ്തിറക്കുന്ന നല്ല വിലയും കിട്ടാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് ഇതിനു മുമ്പ് എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഒക്ടോബറിൽ കൃഷി തുടങ്ങാൻ. പിന്നീട് ഡിസംബർ പരി തുടങ്ങുമ്പോൾ അടുത്ത പന്തൽ ഡിസംബറിൽ വേറെ നടും, രണ്ടാമത്തെ പന്തൽ ഡിസംബറിൽ ഇടും, മൂന്നാമത്തെ പന്തൽ ജനുവരിയിൽ ഇടും. അങ്ങനെ 3 പന്തലായിട്ടാണ് ഞാൻ വേനൽക്കാല കൃഷി കൊണ്ടുവരുന്നത്. ഒന്ന് തീരുമ്പോൾ ഒന്നിലേക്ക് കാവറിക്കാൻ തുടങ്ങും, മറ്റൊന്ന് തീരുമ്പോൾ അതിനോടനുബന്ധിച്ച് കാവറിക്കത്തക്ക രീതിയിൽ ഒരു മാസത്തിന് ഇടവേളയിട്ട് വീണ്ടും മൂന്നാമത്തെ കൃഷി. വയലോ കരഭൂമിയോ പാട്ടത്തിനടുത്ത് കമുകിന്റെ കാലുകൾ നാട്ടി നൈലോൺ ചരട് വലിച്ചു കെട്ടി വിശാലമായ പന്തലിട്ടാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത്. ഒരു പന്തൽ കെട്ടിയാൽ അത് 3 വർഷത്തേക്ക് ഉപയോഗിക്കാം. ഒരു വർഷം 1 ഏക്കർ സ്ഥലത്ത് 2 തവണയായി ഒറ്റപ്പന്തലിൽ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ഏകദേശം 5 ഇരട്ടി ആദായം ലഭിക്കുന്നു. കുറഞ്ഞ മുതൽ മുടക്കിൽ കുറഞ്ഞ കാലയളവിൽ കൂടുതൽ വരുമാനവും നിത്യവിപണിയും പച്ചക്കറി കൃഷിയുടെ പ്രത്യേകതയായി ഇദ്ദേഹം കണക്കാക്കുന്നു. വൈജയന്തി എന്ന ഒരു ഇനം പയറുവിത്താണ്. ഇതിനകത്ത് വയലറ്റ് കളറുമുണ്ട്, വെള്ള കളറുമുണ്ട്. ഇതൊരു 10-12 വർഷം മുമ്പ് കൃഷി മുഖേന എനിക്ക് കൃഷി ഓഫീസിൽ നിന്നും കിട്ടി വരാൻ വിത്താണ്. ഞാനത് വീട്ടിൽ കൊണ്ട് നട്ട് 2 കഴിഞ്ഞപ്പോൾ നല്ലൊരു ഇനം കായും നല്ല നീട്ടവും നല്ല തൂക്കവും 3 ദിവസം വരെ കേടുകൂടാതെ ഇരിക്കുന്ന ഇനമായി കണ്ട് അന്ന് എൻ്റെ കയ്യിൽ പല വെറൈറ്റിയുള്ള പയറുവിത്തുകളുണ്ട്. അപ്പോൾ അതിലും പ്രത്യേക ഒരു ഇനം വെറൈറ്റി ആയിട്ട് എനിക്കിത് കണ്ട് ഞാൻ ഈ ഒരു ഇനം കൂടുതൽ വിത്തെടുത്ത് വെച്ച് കൂടുതൽ കൃഷി ചെയ്യാനായിട്ട് എനിക്ക് തോന്നി. ഞാനത് ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്കൊരു വമ്പൻ വിജയമായിട്ടാണ് എനിക്കിത് അനുഭവപ്പെട്ടത്. നല്ല കായും നല്ല വെറൈറ്റി നല്ല നീളവും നല്ല തൂക്കവും കിട്ടി. അപ്പോൾ ഞാൻ എൻ്റെ കൃഷിയിൽ പയറിൻ്റെ കൃഷി ഒരു പ്രധാനപ്പെട്ട വിളയായിട്ട് ഞാൻ അതിൽ ഉൾപ്പെടുത്തി. വളം ഇത് ചാണാനും എല്ലുപൊടി പിണ്ണാക്കൊക്കെ ഇട്ട് മൂടി മണ്ണ് കൂട്ടിയിരിക്കുകയാണ്. പിന്നെ ഇനി ആവശ്യം വരുമ്പോൾ പൊട്ടാഷ് ആവശ്യം വരുമ്പോൾ പൊട്ടാഷ് ചേർത്ത് കൊടുക്കും, കോംപ്ലക്സ് വളം ചേർത്ത് കൊടുക്കും. പകുതി ജൈവവളവും പകുതി രാസവളവുമായിട്ടാണ് പയറിന് ഞാൻ ഉപയോഗിച്ചു കൊടുക്കുന്നത്. ഏറ് കിട്ടാൻ വേണ്ടി ഉള്ളിൽ കാറ്റ് അടിച്ചാൽ ഒരുപാട് ഇല വായിച്ചു വന്നു കഴിഞ്ഞാൽ ഇല നുള്ളി മുഴുവൻ ഏറ് കയറത്തക്ക രീതിയിൽ എല്ലാം കനം കുറച്ച് പന്തലിന്റെ കനം എപ്പോഴും ഇങ്ങനെ ഇല നുള്ളിക്കൊണ്ട് പിന്നെ ഈ ഇലകൾ കട്ടിയായ ഇലകൾ നുള്ളിക്കൊണ്ട് കൊടുക്കും. അപ്പം അങ്ങനെ അതിൻ്റെ അകത്തേക്ക് ഏറ് കയറും. അപ്പം അതുകൊണ്ട് ഈ പൂവുകൾ അങ്ങനെ പൊഴിയാറില്ല. അതുകൊണ്ടാണ് ഈ പൂവുകളെല്ലാം വിരിഞ്ഞ് ഇതുപോലെ പയർ ഉണ്ടാകുന്നത്. ചോല ഇല്ലാത്തതുകൊണ്ടാണ്.
കായാവുന്നതിന് മുമ്പ് ദിവസം വന്ന് ഇത് ഓരോ വള്ളി ഓരോ കയറേക്കടയും ചുറ്റി കൊണ്ടുവരണം. ആ സമയത്ത് എല്ലാം ഇലകളിലേക്ക് നോക്കും. ഈച്ച പാറ്റ മുട്ടയിട്ടിട്ടുണ്ടെങ്കിൽ ആ ഇലകളെല്ലാം പിഴുത് നശിപ്പിച്ച് കളയും. അതാണ് മുഖ്യമായിട്ട് ഇതിനകത്ത് നോക്കേണ്ടത്. ഇലയിലാണ് ചിത്രശലഭം മുട്ടയിടുക. അതും വമ്പൻ ഇലകളുണ്ടാവും. വമ്പൻ ഇലകളിൽ, ഇതുപോലെയുള്ള വമ്പൻ ഇലകളിൽ അടിയിലാണ് ഈ പൂമ്പാറ്റകൾ വന്നും മുട്ടയിടുക. അതൊരു മുട്ട ഒരു 500-1000 മുട്ട വരെ ഉണ്ടാവും. അത് 3 ദിവസം കൊണ്ട് അത് വിരിഞ്ഞ് ഒറ്റ ദിവസം കൊണ്ട് അത് വയറിലേക്ക് എത്തും. അപ്പൊ ആ സമയങ്ങളിൽ അത് പ്രത്യേകം നോക്കി ആ ഇല പിഴുത് കളഞ്ഞാൽ നമുക്ക് ആ പുഴുവിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ കഴിയും. പിന്നീടുള്ളത് മൂഞ്ഞയാണ്. മൂഞ്ഞ കയറി കഴിഞ്ഞാൽ നമ്മൾ വെളുത്തുള്ളി കഷായം, പുകയില കഷായം, അതിൽ നിന്നില്ലെങ്കിൽ മലാത്തിയോണെന്നുള്ള മരുന്ന് മേടിച്ചടിച്ചാൽ അത് ഒറ്റ ഇരിക്കും മൂഞ്ഞ. 6 ഏക്കർ സ്ഥലത്ത് തൊഴിലാളികളെ വെച്ച് കൃഷി ചെയ്തുകൊണ്ടിരുന്നിടത്ത് തൊഴിലാളികളുടെ ദൗർലഭ്യം കാരണം മരുന്നടിക്കുന്ന മോട്ടോർ, കാടുവെട്ടാൻ കാടുവെട്ടി യന്ത്രം, കിളയ്ക്കാൻ ട്രില്ലർ തുടങ്ങി കൃഷിക്ക് വേണ്ടുന്ന എല്ലാ യന്ത്രങ്ങളും തമ്പി സ്വന്തമാക്കി. ജോലിക്കാരെ കിട്ടാതെ വന്നാലും തമ്പിയുടെ പച്ചക്കറി കൃഷി കൃത്യമായി നടക്കും. തമ്പിയും ഭാര്യയും അനുജനും തന്നെയാണ് കൃഷിപ്പണികൾ അധികവും നടത്തുന്നത്. പരിസ്ഥിതി സൗഹാർദ്ദപരമായ കൃഷി രീതികളാണ് തമ്പി അവലംബിക്കുന്നത്. ജൈവവളങ്ങളായ പിണ്ണാക്ക്, കോഴിവളം, ആട്ടിൻകാഷ്ടം, ചാണകപ്പൊടി, എല്ലുപൊടി, ചാരം എന്നിവ മുഖ്യമായിട്ട് ഉപയോഗിക്കുന്നു. കാലിവളം വീട്ടിൽ നിന്ന് തന്നെയാണ് സംഭരിക്കുന്നത്. ഇതിൽ കോഴിവളം, കാലിവളം, ആട്ടിൻകാഷ്ടം എന്നിവ വേനലിൽ തന്നെ ഉണക്കി പൊടിച്ച് വർഷകാലത്തെ വിളകൾക്കായി വിനിയോഗിക്കുന്നു. പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ ചാണകം ചേർത്ത് പുളിപ്പിച്ചാണ് വിളകൾക്ക് നൽകുന്നത്. രണ്ടേക്കറിൽ തമ്പി കൃഷി ചെയ്തുണ്ടാക്കിയ ഇഞ്ചി വിത്താണ് കോടഞ്ചേരി പഞ്ചായത്തിൽ ജനകീയ ആസൂത്രണ പദ്ധതിയിൽപ്പെടുത്തി കൃഷിഭവൻ മുഖേന കഴിഞ്ഞ വർഷം കർഷകർക്ക് വിതരണം ചെയ്തത്. ഇഞ്ചിയുടെ പൊള്ളുന്ന വില പല കർഷകരെയും ഇഞ്ചി കൃഷി നടത്താൻ പ്രേരിപ്പിക്കുന്നു. ഇഞ്ചിക്കണ്ടത്തിൽ സമൃദ്ധിയായി കായ്ച്ചു നിൽക്കുന്ന വെള്ളക്കാന്താരി നല്ലൊരു വരുമാനമാണ് തമ്പിക്ക്. നാടനിനം കാന്താരി മുളക് വിത്ത് പാകി മുളപ്പിച്ച് 20-30 ദിവസം വളർച്ചയെത്തിയ തൈകൾ 2 മീറ്റർ അകലത്തിൽ നിരനിരയായി തടങ്ങളെടുത്ത് ചാണകവും എല്ലുപൊടിയും അടിവളമായി മണ്ണിൽ ചേർത്ത തടങ്ങളിലേക്ക് പറിച്ചു നടുന്നതാണ് തമ്പിയുടെ കാന്താരി മുളക് കൃഷിരീതി. സെപ്റ്റംബർ ഒക്ടോബർ ആയപ്പോഴത്തേക്ക് ഞാൻ ആ വിത്ത് പാകി വേനൽക്കാല കൃഷിയിലേക്ക് കാന്താരിയെ കൊണ്ടുപോകും. ഒരു 10-100 ചീനി ആണ് രണ്ടാമത്തെ വർഷം. ഞാൻ 100 ചീനിയാണ്. ഏറെക്കുറെ ഡിസംബർ ജനുവരി ആയപ്പോഴത്തേക്ക് അത് കായ്ക്കുകയും എന്റെ പച്ചക്കറി ഉൽപ്പന്നങ്ങളുടെ കൂടെ കാന്താരി മുളകും ഞാൻ ചന്തയിൽ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്തു. അപ്പോഴും എനിക്ക് ഭേദപ്പെട്ട വിലയും മെച്ചപ്പെട്ട കായും ചീനിയിൽ നിന്ന് ലഭിക്കുകയും ഒരു ചീനിയിൽ നിന്ന് 4 കിലോ 5 കിലോ വരെ മുളക് ലഭിക്കുകയും ഒരു ചീനിയിൽ നിന്നും 10,000-1500 രൂപ വരുമാനം നേടിത്തരികയും ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് കാന്താരി ചീനി മുഖ്യ കൃഷിയായിട്ട് എടുത്തുകൂടാമെന്ന് എന്റെ മനസ്സിലേക്ക് വന്നു. പിറ്റേ കൊല്ലം ഞാനത് യാഗമാക്കി 300 ചീനിയാക്കി. 300 ചീനിയാക്കി കഴിഞ്ഞ കൊല്ലം എനിക്ക് ഒരു സീസണിൽ തന്നെ ഒരു കിൻഡൽ 1.5 കിൻഡൽ 2 കിൻഡൽ മുളകോളം പറിക്കാൻ പറ്റി. 400 രൂപ വില പ്രകാരം 60,000, 70,000, 50,000 രൂപയുടെ മുളക് ഒരു കൊല്ലത്തിൽ ഒരു സീസണിൽ വിൽക്കാൻ കഴിയും. ഈ കൊല്ലവും എനിക്ക് 350 ചീനിയുണ്ട്. ഈ കൊല്ലവും ഞാൻ കാന്താരി മുളക് 400 രൂപ 500 രൂപ വില പ്രകാരം ചന്തയിൽ വിറ്റ് 70,000, 80,000 രൂപയോളം നേടാൻ സാധിക്കും. ഒരു ചെടിയിൽ നിന്ന് ചുരുങ്ങിയത് 5 കിലോ മുളക് ലഭിക്കും. വേനലിൽ മാത്രമാണ് തമ്പിയുടെ കാന്താരി മുളക് കൃഷി. ജനുവരി മുതൽ മെയ് മാസം വരെ ആദായം ലഭിക്കും. കുറഞ്ഞ സ്ഥലത്ത് കൃഷി ചെയ്ത് കൂടുതൽ വരുമാനം ലഭിക്കുന്നതും കീടബാധ കുറഞ്ഞതുമായ കൃഷിയാണ് കാന്താരി മുളക് കൃഷി. ഒരു കൂലിക്കാരനെ നിർത്തിക്കഴിഞ്ഞാൽ അവൻ ഒരു മണിക്കൂർ കൊണ്ട് 10 കിലോ പോലും പറിച്ചു. അത് തന്നെയല്ല, അവൻ വെളുപ്പിനിട്ട് പറിക്കാൻ വരികയില്ല. 8 മണിക്ക് വരും. 8 മണിയാകുമ്പോഴത്തേക്കും എന്റെ പയർ മാർക്കറ്റിലെത്തിയിരിക്കും.
ഞങ്ങൾ വെളുപ്പിന് രാവിലെ കുടുംബസമേതം ഇറങ്ങി 1 മണിക്കൂർ പറിച്ച് ഞങ്ങൾ ഭാവിക്കാൻ പറിച്ച് അന്നന്നത്തെ വിൽപ്പനയ്ക്കുള്ളത് കൊണ്ടുപോയി ഞാൻ മാർക്കറ്റിലേക്ക് പോകും. മറ്റേത് തോട്ടത്തിൽ നിന്ന് അനിയനും കുടുംബവും തോട്ടത്തിൽ പണിയെടുക്കുകയും ഞാൻ മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റുപോരുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പം നടന്നു പോയിട്ടുള്ളത്. തന്റെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് വിൽക്കുന്നതിലാണ് തമ്പിക്ക് താൽപര്യം. ഇതിലൂടെ മധ്യവർത്തികളില്ലാതെ ലാഭം പൂർണ്ണമായും കർഷകന് തന്നെ ലഭിക്കാൻ സഹായിക്കുന്നു. സ്വന്തം വാഹനത്തിൽ ചാക്കുകളിൽ പച്ചക്കറി കൊണ്ടുവന്ന് നേരിട്ടാണ് താമരശ്ശേരി ചന്തയിൽ വിൽക്കുന്നത്. നാടൻ ഉൽപ്പന്നമെന്ന പേരിൽ തമ്പിയുടെ പച്ചക്കറികൾക്ക് വൻ ഡിമാൻഡാണ്. വേനൽക്കാലത്തും മഴക്കാലത്തും മുടങ്ങാതെ തമ്പിയുടെ നാടൻ പച്ചക്കറികൾ ചന്തയിൽ വിൽപ്പനയ്ക്കെത്താറുണ്ട്. ധാരാളം കച്ചവടക്കാരുണ്ടെങ്കിലും അതിൽ സ്വന്തമായി കൃഷി ചെയ്ത് കൊണ്ടുവന്ന് വിൽക്കുന്നത് തമ്പി മാത്രം. ഇത് പുതിയനം മായ എന്ന് പറയുന്ന ഒരു വിത്താണ്. ഞാൻ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് ഏറെക്കുറെ ഒരു 25 വർഷത്തോളമായി. 25 വർഷത്തിനിടയ്ക്ക് ഞാൻ മാറുന്ന 3ാമത്തെ വിത്താണ്. ആദ്യകാലങ്ങളിൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന നാടൻ ഇനങ്ങളാണ്. ആ നാടൻ ഇനങ്ങൾ പല കലർപ്പായി, പല വർഷങ്ങളിൽ കലർപ്പായി പല ഇനങ്ങളായി തിരിഞ്ഞപ്പോൾ ഞാൻ തൃശ്ശൂർ 5 വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ ഒരു കർഷകന്റെ വീട്ടിൽ പോയി നല്ല വെള്ളപ്പാവയ്ക്ക വലിയ വലിപ്പമുള്ള രീതിയിലുള്ള കൃഷി കണ്ട് അവിടെ നിന്ന് ഒരു 1000 വിത്ത് വാങ്ങിക്കേണ്ടി വന്നു. 5 വർഷത്തോളം ഞാൻ ആ തൃശ്ശൂർ പാവയ്ക്കയുടെ വിത്ത് കൊണ്ടുവന്നു. നല്ല വിളവും നല്ല തൂക്കവും നല്ല രീതിയിലുള്ള ലാഭവും എനിക്ക് ആ തൃശ്ശൂർ പാവൽ വിത്തിൽ നിന്നും ലഭിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ഈ വേനൽക്കാണ് എനിക്ക് ആ പാവലിൽ ഒരു രോഗം, ആ വിത്തിൽ ഞാനൊരു രോഗം കണ്ടു. കൂമ്പ് മുരടിക്കുകയും ഇല ചുള്ളുകയും ചോടപ്പാടെ പഴുത്തു പോവുകയോ ഒരു സാഹചര്യം ഈ വേനലിലുണ്ടായി. എൻ്റെ 3 കൃഷി, ഏതാണ്ട് ഒരു 3 ഏക്കറോളം കൃഷി വേനലിൽ അത് ആ വിത്ത് നട്ട് നശിച്ചു പോവുകയും ചെയ്തു. പിന്നീടാണ് ഞാൻ ഈ ഹൈബ്രിഡ് വിത്ത് മായ എന്നുള്ളൊരിനം എൻ്റെ ഒരു സുഹൃത്ത് മുഖേന തമിഴ്നാട്ടിൽ നിന്ന് സംഘടിപ്പിച്ച് ഞാനിപ്പോൾ പുതിയതായിട്ട് മഴക്കാല കൃഷിയിലേക്ക് ഇത് നടുകയും വലിയ സെറ്റില്ലാത്ത ഒരു രീതിയിൽ ഇത് കാഫലം തരികയും കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. മഴയെ ആശ്രയിച്ച് മാത്രം ചെയ്യുന്ന കൃഷിയാണ് മഴക്കാല കൃഷി. മഴക്കാല കൃഷി ആരംഭിക്കുന്നത് ജൂൺ ആദ്യം കാലവർഷത്തിന്റെ ആരംഭത്തോടു കൂടിയാണ്. മഴക്കാല കൃഷിക്ക് വെള്ളം ഒരിക്കലും തടത്തിൽ നിൽക്കാത്ത രീതിയിൽ മണ്ണ് മുകളിലോട്ട് പൊന്തിച്ച് കൂന കൂട്ടി അതിന്റെ മുകളിൽ ചാണകപ്പൊടിയിട്ട് മണ്ണിന്റെ പുളിപ്പും അസിഡിറ്റിയും മാറ്റുന്നതിന് കുമ്മായവും വിതറി മേലെ മണ്ണിട്ട് അതിൽ വിത്തിടുന്നു. വിത്തിട്ട് 30 ദിവസത്തിനുള്ളിൽ പന്തലിലെത്തുകയും അടുത്ത 30 ദിവസത്തിനകം പൂവിടുകയും 70-80 ദിവസത്തിനകം കായ് വരികയും 80-85 ദിവസത്തിനകം പറിച്ചു തുടങ്ങുകയും ചെയ്യുന്ന രീതിയിലുള്ള കൃഷിയാണ് പാവൽ, പടവലം, പയർ തുടങ്ങിയവ. ഓരോ സീസണിലും നടാനുള്ള വിത്ത് സ്വന്തമായി തന്നെ ഉൽപ്പാദിപ്പിച്ച് സൂക്ഷിക്കുകയാണ് തമ്പി ചെയ്യുന്നത്. മഴക്കാല കൃഷി എന്ന് പറഞ്ഞാൽ മഴയെ ആശ്രയിച്ച് മാത്രം ചെയ്യുന്ന കൃഷിയാണ് മഴക്കാല കൃഷി. അത് നമ്മൾ ഇതുപോലെ തടം മുകളിലോട്ട് പൊന്തിച്ച്, മുകളിലേക്ക് പൊന്തിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ മഴക്കാലം മഴയെ ആശ്രയിച്ചാവുമ്പോഴും വെള്ളം ഒരിക്കലും തടത്തിൽ നിൽക്കരുത്. അപ്പോൾ മഴ പെയ്യുന്ന വെള്ളം പുറത്തേക്ക് ഒലിച്ചു പോകും. അതിനാണ് കൂടം ഇങ്ങനെ പൊന്തിച്ചിട്ട് അതിൻ്റെ മുകളിൽ ചാണാപ്പൊടി ഇട്ട് കുമ്മായം വെതറി കുരു പാഴി മുളപ്പിച്ച് പോലും ഊറ്റി പന്തലിലേക്ക് പടത്തും. വേറെ കുറേ മഴക്കാല കൃഷി തുടങ്ങുന്നത് മെയ് അവസാനം ജൂൺ ആദ്യത്തോടു കൂടിയാണ്. മഴ കാലവർഷത്തിന്റെ ആരംഭത്തോടു കൂടി ആണ് മഴക്കാല കൃഷി നമ്മൾ തുടങ്ങുന്നത്. അതൊരു ജൂൺ ആരംഭത്തോട് തുടങ്ങി ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ആകുമ്പോഴത്തേക്ക്
5 മാസം കൊണ്ട് അതിന്റെ കാലാവധി കഴിയും. പിന്നീട് വരുന്നത് ഒക്ടോബറോട് കൂടി വരുന്നത് പിന്നെ വേനൽക്കാലമാണ്. വേനൽക്കാലത്തേക്ക് പിന്നെ നമ്മളിന്ന് കുഴിയെടുത്തിട്ടാണ് കൃഷി ചെയ്യുന്നത്, നനയ്ക്കത്തക്ക രീതിയിൽ. ഇത് ഒരിക്കലും നന വേണ്ടാത്തതും വെള്ളം നിൽക്കാത്തതുമായ തടങ്ങൾ കൂട്ടിയിട്ട് അതിൻ്റെ മുകളിൽ കുരു വെച്ച് കോലി കുത്തി പന്തലിലേക്ക് പടർത്തി കൃഷി ചെയ്ത് പോരുന്ന ഒരു രീതിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് മഴക്കാല കൃഷി എന്ന് പറഞ്ഞാൽ പാവല്, പടവലം, പയർ, പിന്നെ കോവൽ എന്നൊക്കെ പറഞ്ഞാൽ നാമമാത്രമായിട്ട് ഉണ്ടാവുള്ളൂ. മഴ പെയ്താൽ അതിൻ്റെ ഇലയെല്ലാം ചീഞ്ഞു. അതുകൊണ്ട് കോവൽ വേനൽക്കാലത്താണ് അത് കൃഷി. പാവല്, പയർ, പടവലം ഈ 3ആയിട്ടാണ് മഴക്കാലത്ത് ഞാൻ സാധാരണ നട്ടു വരുന്നത്. ഓണത്തോടനുബന്ധിച്ച് ഇതിന് ആണ് നല്ല ഡിമാൻഡ്. പയറിനും പാവലിനും ഒക്കെ നല്ല വില കിട്ടുന്ന സമയം നോക്കിയാണ്. പുഴുക്കളുടെയും കീടങ്ങളുടെയും ആക്രമണം, കാലം തെറ്റിയെത്തുന്ന മഴ, അനിയന്ത്രിതമായ വരൾച്ച തുടങ്ങിയവയിൽ ഏതെങ്കിലും ഒന്ന് ചിലപ്പോൾ മുഴുവൻ വിളവിനെയും നശിപ്പിച്ചേക്കാം. പക്ഷേ എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും തമ്പിക്ക് ഈ കൃഷി വിട്ടൊരു ജീവിതമില്ല. 16ാമത്തെ വയസ്സിൽ ഞാൻ ഈ പച്ചക്കറി കൃഷിയിലേക്ക് ഇറങ്ങിയതാണ്. കയ്പും മധുരവും സന്തോഷവും സങ്കടവും നിറഞ്ഞ പല അവസരങ്ങളും ഉണ്ടായിട്ടും ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് പിന്മാറിയില്ല. കാരണം സാമാന്യം ഭേദപ്പെട്ട ഒരു വരുമാനം പല കാലങ്ങളിലും എനിക്ക് പച്ചക്കറി കൃഷി, പാവൽ, പയർ, പടവലം, കോവലൊക്കെ എനിക്ക് നേടി തന്നതുകൊണ്ട് ഞാൻ വീണ്ടും ഇതിലേക്ക് ഇറങ്ങാനുള്ള കാരണം അതുകൊണ്ടാണ്. അധ്വാനിക്കാനൊരു മനസ്സും പണിയെടുക്കാനൊരു നല്ല ആരോഗ്യത്തോടുകൂടിയ ഒരു ശരീരവും ദൈവം എനിക്ക് തന്നതുകൊണ്ട് 24 മണിക്കൂർ കൃഷി തന്നെ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ചൂട് പാവലിൽ നിന്നും ഒരു ചൂട് പയറിൽ നിന്നും തുടങ്ങിയ കൃഷി 6-7 ഏക്കറോളം ഞാനിന്ന് കൊണ്ടുനടത്തുന്നു. പച്ചക്കറി കൃഷിയിൽ നിന്നുള്ള വരുമാനം ഒന്നുകൊണ്ട് മാത്രമാണ് തമ്പിയും ഭാര്യയും 2 മക്കളുമടങ്ങിയ കുടുംബം സുഖമായി ജീവിച്ചു പോരുന്നത്. കഴിഞ്ഞ 4 വർഷത്തിനിടെ പച്ചക്കറി കൃഷിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് നല്ലൊരു വീടുണ്ടാക്കാനും സ്വന്തമായി വാഹനങ്ങൾ വാങ്ങിക്കാനും 63 സെന്റ് സ്ഥലം വാങ്ങാനും തമ്പിക്ക് സാധിച്ചു. വീടിന് ചുറ്റും തഴച്ച് കായ്ച്ചു നിൽക്കുന്ന പന്നിയൂർ കുരുമുളക് വള്ളികൾ, ഒട്ടുമാവുകൾ. 1 ഇഞ്ച് സ്ഥലം പോലും പാഴാക്കാതെ പരിചരണത്തിൽ അലംഭാവം വരുത്താതെയുള്ള ഈ കർഷകന്റെ അധ്വാനത്തിന് അംഗീകാരമായി കോടഞ്ചേരി പഞ്ചായത്തിലെ മികച്ച കർഷകനായി 3 പ്രാവശ്യം തമ്പി തിരഞ്ഞെടുക്കപ്പെട്ടു. 2011 കേരള സർക്കാരിന്റെ മികച്ച പച്ചക്കറി കർഷകനുള്ള ഹരിതമിത്ര അവാർഡ് തമ്പിയെ തേടിയെത്തി. 1 ലക്ഷം രൂപയും ഫലകവും സ്വർണ്ണ മെഡലും പ്രശസ്തി പത്രവും തമ്പിക്ക് ലഭിച്ചു. കൃഷിയിൽ താൽപര്യമുള്ളവർക്കെല്ലാം വിത്തുകൾ സൗജന്യമായി നൽകുകയും പച്ചക്കറിത്തോട്ടങ്ങൾ സന്ദർശിക്കുന്ന യുവ കർഷകർക്ക് നാടൻ കൃഷിരീതികൾ പഠിപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങളും തമ്പി തന്റെ പച്ചക്കറിത്തോട്ടങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്.